CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും തിരുവോണം ആഘോഷിച്ച് മലയാളികൾ. പൊന്നോണനിറവിൽ ആഘോഷത്തിമിർപ്പിലാണ് നാടും നഗരവും. തിരുവോണനാളിൽ കണ്ണനെ ഒരു നോക്ക് കാണാനും തിരുവോണസദ്യയിൽ പങ്കെടുക്കാനുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. 10,000-ഓളം പേർക്കുള്ള തിരുവോണസദ്യയാണ് ഒരുക്കിയിരുന്നത്. ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിക്കാനും ഭക്തരുടെ നീണ്ട നിര. തിരുവോണനാളിൽ ഭക്തിയുടെ നിറച്ചാർത്തായി ഗുരുവായൂർ ക്ഷേത്രത്തിനു മുന്നിൽ നൃത്തം ചെയ്യുന്ന കണ്ണന്റെ പൂക്കളം. ഭക്തരുടെ മനം കവരുന്ന തരത്തിൽ മനോഹരമായ പൂക്കളമാണ് തിരുവോണനാളിൽ തീർത്തത്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ കാഴ്ചക്കുല സമർപ്പണവും തൃപ്പുത്തരിയും ഭക്തിസാന്ദ്രമായി. മേൽശാന്തി ശിവപ്രസാദ് നമ്പൂതിരി ആദ്യ കുല സമർപ്പിച്ചു. പുന്നയൂർകുളം ചമ്മനൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നേന്ത്രവാഴക്കുല സമർപ്പണം നടത്തി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാവറട്ടി അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ ഓണാഘോഷം ഏനാമക്കൽ നെഹ്റു പാർക്കിൽ സംഘടിപ്പിച്ചു. ഓണാഘോഷം പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 4-5 വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് SDPI ചൊവ്വന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി ഓണക്കോടിയും ഭക്ഷ്യകിറ്റും നൽകി. ചാവക്കാട് തൊട്ടാപ്പ് ആനന്ദവാടി കടപ്പുറത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 35 വയസ്സ് തോന്നിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെന്നു സംശയിക്കുന്നയാളുടെ മൃതദേഹമാണ് കടൽക്കരയിൽ കണ്ടെത്തിയത്. മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം കരുണാലയത്തിൽ നടത്തിയ ഓണാഘോഷം പിന്നണി ഗായകൻ ചാർലി തൃശൂർ ഉദ്ഘാടനം ചെയ്തു. കൂനമുച്ചി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണോത്സവ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വാഗ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം തീർത്ത പൂക്കളം ശ്രദ്ധേയമായി. മഹാവിഷ്ണു ഗരുഡന്റെ പുറത്തിരിക്കുന്ന രൂപമാണ് പൂക്കളത്തിൽ തീർത്തത്. 45 കിലോ പൂക്കളാണ് മനോഹരമായ പൂക്കളം ഒരുക്കുന്നതിനായി ഉപയോഗിച്ചത്. കണ്ടാണശ്ശേരി വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച തായം കളി മത്സരം സമാപിച്ചു. നാടകപ്രേമികളുടെ മനം കവർന്ന അവതരണങ്ങൾ പൂർത്തിയാക്കി എടക്കളത്തൂർ ദേശാഭിമാനി നാടകോത്സവത്തിന് തിരശ്ശീല വീണു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.